നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന സ്ഥലത്ത് കൃത്യം 10 വർഷം മുമ്പ് നിങ്ങളുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും കിട്ടുമായിരുന്നില്ല. കാറ് വളരെ ശ്രദ്ധയോടെ ഓടിക്കുന്നതിനിടയ്ക്ക് സബ പറഞ്ഞു, സബ എൻ്റെ ഡ്രൈവറാണ്. ലെബനോനിലെ ബെയ്റൂട്ടിൽ എനിക്ക് കിട്ടിയ എൻ്റെ ഡ്രൈവർ. അലോ ടാക്സി എന്ന് പറയുന്ന ഒരു ടൂർ കമ്പനി, ഒരു ട്രാവൽ കമ്പനിയുടെ ടാക്സിയിലാണ് ഞാനിനി ഇന്നു മുതൽ ഒരു 4 ദിവസം ലെബനോൻ്റെ ഉൾനാടുകളിലൂടെയും ചരിത്ര സ്ഥലങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ റമദ ഹോട്ടലിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടാണ് ഈ സഭ യാത്ര ആരംഭിച്ചത്. ഹോട്ടലിൽ നിന്നിറങ്ങി നമ്മൾ പ്രൊമനേഡ് ഭാഗത്തേക്കെത്തി. അവിടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ പണി നടക്കുന്ന ഒരു ഹോട്ടലുണ്ട്. പണ്ട് വളരെ സജീവമായിരുന്ന സെൻറ്റ് ജോർജ് ഹോട്ടൽ 10 വർഷമായിട്ട് അത് അടഞ്ഞു കിടക്കുകയാണ്. അത് ഭാഗികമായി തകർന്നു പോയിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുന്ന ദിവസങ്ങളിൽ അതിൻ്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ മുന്നിൽ വെച്ചാണ് സഭ എന്നോട് ഈ കാര്യം പറഞ്ഞത്. 10 കൊല്ലം മുമ്പ് നമ്മളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അവശിഷ്ടങ്ങൾ പോലും കിട്ടില്ലായിരുന്നെന്ന്. കാരണം ബെയ്റൂട്ടിനെ മാത്രമല്ല, ലെബനോനെയും ലോകത്തെ തന്നെ നടുക്കി കളഞ്ഞ വലിയൊരു സ്ഫോടനം, മറ്റൊരു സ്ഫോടനം നടന്നത് ഇവിടെയാണ്. ഇവരുടെ മുൻ പ്രധാനമന്ത്രി, 2 തവണ പ്രധാനമന്ത്രിയായിരുന്ന റഫീഖ് ഹരീരി അതിദാരുണമായി കൊല്ലപ്പെട്ടത്, സ്ഫോടനം നടന്നത് ഇവിടെയാണ്. കാറ് ആ ഹോട്ടലും പിന്നിട്ട് പാരീസ് പ്രൊമനേഡ് എന്ന് പറഞ്ഞ പാതയിലൂടെ പോകുമ്പോൾ ഞാൻ സഭയോട് ചോദിച്ചു, സഭ എന്താണ് ആ സംഭവം ശരിക്കും, എന്താണ് അന്നുണ്ടായത്? അപ്പോൾ സഭ പറഞ്ഞു, നിങ്ങൾക്ക് റഫീഖ് ഹരീരി അറിയില്ലേ? വളരെ പ്രിയപ്പെട്ട ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുമായിരുന്നു. ഈ റഫീഖ് ഹരീരി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹം വിദ്യാഭ്യാസത്തിന് ശേഷം സൗദി അറേബ്യയിലേക്ക് പോകുന്നു. കാരണം അന്ന് ലെബനോൻ അത്ര വലിയ സാധ്യതകളുടെ നാടല്ല. സൗദി അറേബ്യയിൽ ചെന്ന് അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചേരുന്നു. പിന്നീട് ചെറിയ തോതിൽ സ്വന്തമായി കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുന്നത് സൗദിയിലെ രാജാവിൻ്റെ ഒരു ഹോട്ടൽ പ്രോജക്റ്റിൻ്റെ പണി ഇദ്ദേഹം ഏറ്റെടുക്കുന്നതോടെയാണ്. രാജാവ് പ്രതീക്ഷിച്ചതിലും നേരത്തെ ആ പണി പൂർത്തിയാക്കി കൊടുത്ത് അദ്ദേഹം രാജാവിൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്നു. പിന്നീട് പല പല പ്രോജക്റ്റുകൾ സൗദി രാജാവ് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. ക്രമേണ സൗദി രാജാവിന് വളരെ അടുത്ത ഒരു വ്യക്തിയായിട്ട് മാറുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ ഈ ലെബനോൻ എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്നത് ഈ നാട്ടുകാരാണെങ്കിലും അവരെ നിയന്ത്രിക്കുന്നത് മുഴുവൻ സിറിയയായിരുന്നു. സിറിയയുടെ ഒരു പ്രോക്സി ഗവൺമെൻറ്റാണ് പലപ്പോഴും ഇവിടെ ഭരിച്ചിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലെബനോനിലെ മരോനൈറ്റ് ക്രിസ്ത്യാനികൾ അവരിൽ നിന്നൊരാളായിരിക്കണം പ്രസിഡൻ്റെന്നും, അതുപോലെ തന്നെ സുന്നി വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം ആയിരിക്കണം ഇവിടുത്തെ പ്രധാനമന്ത്രിയെന്നും ഒക്കെ ഭരണഘടനാപരമായി തീരുമാനിച്ചിരുന്നു വളരെ നേരത്തെ തന്നെ. പക്ഷേ ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്താലും ഇവിടെ ആര് ഭരിക്കണം, ഇവിടെ എന്ത് തീരുമാനങ്ങൾ എടുക്കണമെന്ന് തീരുമാനിച്ചത് മുഴുവൻ അയൽ രാജ്യമായ സിറിയയായിരുന്നു. സിറിയയിലെ അസദ് ആണെന്ന് സിറിയ ഭരിച്ചിരുന്നത്. പിന്നീട് വന്ന ബാഷർ അൽ അസദിൻ്റെ പിതാവ് അസദ്. സിറിയൻ പട്ടാളമായിരുന്നു ഇവിടെ നിയന്ത്രിച്ചിരുന്നത്. സിറിയൻ ചാര സംഘടനകൾ സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. സിറിയ തീരുമാനിക്കുന്നത് മാത്രം ഇവിടെ ഭരണത്തിൽ നടപ്പാകുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ ഹരീരി സിറിയയുമായും ബന്ധമുണ്ടാക്കി. ഈ അസദിൻ്റെ, അതായത് പിന്നീട് വന്ന ബാഷർ അൽ അസദിൻ്റെ പിതാവ് അസദിന് വേണ്ടി ഒരു കൊട്ടാരം പോലും ആ സമയമായപ്പോഴത്തേക്കും വലിയ സമ്പന്നനായി കഴിഞ്ഞ ഹരീരി സിറിയയിൽ ഡമാസ്കസിൽ പണിത് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം വളർന്നു വന്നു. പിന്നീട് ഇദ്ദേഹം ലെബനനിൽ വന്ന് ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി. ധാരാളം പണമുണ്ട്. സൗദി അറേബ്യയിൽ ഏറ്റവും പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമയായി മാറി. ഈ ലെബനോനിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ അയാൾ നടത്തി. വിവിധ രാജ്യങ്ങളിൽ ഇയാൾ ആ ബന്ധങ്ങളും ഇയാളുടെ നയതന്ത്രജ്ഞതയും കൊണ്ട് ബിസിനസ് വിപുലീകരിച്ചു. വമ്പൻ കോടീശ്വരനായി ഇദ്ദേഹം മാറി. ആ സമയമായപ്പോഴത്തേക്കും ആ സമ്പത്തിൻ്റെ വലിയൊരു അംശം ഇദ്ദേഹം ലെബനനിലെ പുനർനിർമ്മാണത്തിന് വേണ്ടി, ലെബനോനിലെ ബെയ്റൂട്ട് നഗരത്തെ നവീകരിക്കുന്നതിന് വേണ്ടി, ഒപ്പം അതിദരിദ്രരായ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പണം മുടക്കി തുടങ്ങി. അത് വളരെ പ്രശസ്തി കിട്ടത്തക്ക രീതിയിൽ തന്നെ അയാൾ ചെയ്തത്, വളരെ തന്ത്രപൂർവ്വമാണ് ചെയ്തത്. അതിലൂടെ ജനകീയനായി മാറി. ക്രമേണ ഒടുവിൽ രാഷ്ട്രീയത്തിലേക്ക് അയാൾ എത്തുന്നു. ഈ ലെബനോനിലെ ആഭ്യന്തര യുദ്ധം പിന്നീട് വളരെ ശക്തമായി മാറി. ആഭ്യന്തര യുദ്ധം ഉണ്ടാകാനൊരു കാരണം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാലത്ത് ലെബനോൻ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യമായിരുന്നു. ആ സമയത്താണ് ഈ ഭരണഘടന ഒരു ക്രിസ്ത്യാനിയായിരിക്കണം ലെബനോൻ്റെ പ്രസിഡൻ്റെന്നും, എന്നാൽ തൊട്ടടുത്ത സ്ഥാനത്ത് വരുന്ന സുന്നികളായിരിക്കണം പ്രധാനമന്ത്രി എന്നൊക്കെ തീരുമാനിച്ചത്. പക്ഷേ ക്രമേണ ഈ സിറിയയുടെ ഇൻഫ്ലുവൻസിൽ പല തീരുമാനങ്ങളും ലെബനോൻ എടുക്കേണ്ടി വന്നു. പാലസ്തീനിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പാലസ്തീൻ അഭയാർത്ഥികളെ
പൂർണ്ണമായും ഇവിടേക്ക് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. സിറിയയിൽ നിന്ന് മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം അഭയാർത്ഥികൾ ഈ പ്രദേശത്തേക്ക് കയറി വന്നു. അത് കയറി വരുന്നതോടുകൂടി ഇവിടുത്തെ ബാലൻസ് തെറ്റുകയാണ്, ജനസംഖ്യാപരമായ ബാലൻസ് തെറ്റുന്നു. അപ്പോഴും പഴയ ഭരണഘടന അനുസരിച്ച് ജനസംഖ്യാ കണക്കിൽ കുറവ് വന്ന ക്രിസ്ത്യാനികളിൽ നിന്ന് തന്നെ പ്രസിഡന്റ് വരുന്നു. ഇതവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങി. എന്തിനത് വേണം എന്നുള്ള ചോദ്യം ഉണ്ടായി തുടങ്ങി. പിന്നെയും മറ്റ് പല സാമൂഹ്യ സാഹചര്യങ്ങൾ ഇതിനെതിരായി. അവിടുത്തെ ക്രിസ്ത്യാനികൾ പരമ്പരാഗതമായിട്ട് അവിടെ വസിച്ചു വന്നിരുന്നവരും വലിയ സമ്പന്നരുമായിരുന്നു. ക്രിസ്ത്യൻ പ്രദേശങ്ങൾ മുഴുവൻ സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലുള്ള പ്രദേശമായിരുന്നു. എന്നാൽ തെക്കൻ ലെബനോനും അതുപോലെ തന്നെ അഭയാർത്ഥികളായി കയറി വന്നവരുടെ പ്രദേശവും ഒക്കെ ദരിദ്രവുമായിരുന്നു. ഈ ഒരു സാമ്പത്തിക അന്തരവും ഇവർ തമ്മിലുള്ള ഫ്രിക്ഷൻ വളർത്തി. കൂടാതെ ക്രിസ്ത്യാനികളായ ലെബനോൻകാർ കൂടുതലും പാശ്ചാത്യ ആഭിമുഖ്യം പുലർത്തിയതാണ്. എന്നാൽ ഇതേ സമയത്ത് കമ്മ്യൂണിസ്റ്റ് ചേരിയോടും സോവിയറ്റ് യൂണിയനോടും ആഭിമുഖ്യം പുലർത്തുന്നവരായിരുന്നു അവിടുത്തെ ഈ പറഞ്ഞ മുസ്ലിം വിഭാഗം. ഇങ്ങനെ ഒരു രാജ്യത്ത് പയ്യെ വർഗീയത തീവ്രമായി വന്ന് ഒരു കണക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താണോ സംഭവിക്കുന്നത് എന്നതുപോലെ വന്ന് അതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ആഭ്യന്തര യുദ്ധത്തിലേക്ക് കടന്നു. മാത്രമല്ല പാലസ്തീനിൽ നിന്ന് ധാരാളം ആളുകൾ അഭയാർത്ഥികളായി കുടിയേറി വന്നതോടുകൂടി മറ്റൊരു കാര്യം കൂടെ നടന്നു. അതുവരെ PLOയുടെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജോർദാനിലായിരുന്നു. ജോർദാനിലെ രാജാവ് PLOയെ അവിടുന്ന് പുറത്താക്കിയ PLO യാസർ അറാഫത്തിൻ്റെ PLOയ്ക്ക് പിന്നെ വന്ന് പ്രവർത്തിക്കാൻ സ്ഥലം കിട്ടിയത്, സൗകര്യം കൊടുത്തത് ഈ ലെബനോനിലായിരുന്നു. ലെബനോനിലെ ബെയ്റൂട്ടിലായിരുന്നു. അവിടെ PLO വന്നതോടുകൂടി PLO തെക്കൻ ലെബനോനിലേക്ക് അവരുടെ പ്രവർത്തന കേന്ദ്രം വ്യാപിപ്പിക്കുകയും അവിടുന്ന് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ കയറി തിരിച്ചടിക്കാൻ തുടങ്ങി. എന്നു മാത്രമല്ല ആ പ്രദേശത്ത് നിന്ന് തന്നെ PLOയെ ഇല്ലാതാക്കി കളഞ്ഞു. പിന്നെ ആഫ്രിക്കയിലേക്ക് PLOയുടെ ആസ്ഥാനം മാറ്റേണ്ടി വന്നു. ഇങ്ങനെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. അത് PLO മൂലമാണെന്നും PLO നടത്തുന്ന പ്രവർത്തനങ്ങൾ മൂലമാണെന്നും വിശ്വസിക്കുന്ന ഒരു വിഭാഗം. എന്നാൽ ഈ പറഞ്ഞ വംശീയമായ അല്ലെങ്കിൽ മതപരമായ വ്യത്യാസങ്ങൾ, പാശ്ചാത്യരോടുള്ള ആഭിമുഖ്യം, കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനോടുള്ള ആഭിമുഖ്യം, ഇങ്ങനെയുള്ള 2-3 ആശയധാരകളെല്ലാം ചേർന്ന് ഈ ക്രിസ്ത്യൻ സമൂഹവും ഈ മുസ്ലിം സമൂഹവും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിലേക്ക് മാറി. അത് ദീർഘകാലം നീണ്ട ഏതാണ്ട് 15-16 കൊല്ലം നീണ്ടു നിന്ന അതിശക്തമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് മാറുകയാണ്. ഈ സമയത്തിൻ്റെ അവസാന കാലമാകുമ്പോഴേക്കും റഫീഖ് ഹരീരി കൂടുതൽ പ്രസക്തനാവുന്നു. സൗദി അറേബ്യയിലെ തൈഫ് എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ച് നടത്തിയ ഒരു ഒത്തുതീർപ്പിൽ, അവിടെ വെച്ചുണ്ടായ തൈഫ് അക്കോർഡ് എന്നറിയപ്പെടുന്ന ആ ഒത്തുതീർപ്പിൽ സൈൻ ചെയ്താണ് ഒടുവിൽ ലെബനോനിൽ ഈ ആഭ്യന്തര യുദ്ധത്തിന് ഒരു സമാപനമാകുന്നത്. അങ്ങനെ ഇതിലൊക്കെ വലിയ തോതിൽ ഇൻവോൾവ് ആയിരുന്നു റഫീഖ് ഹരീരി. തന്നെയല്ല അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സൗദിയിൽ നിന്നുള്ള ഗവൺമെൻറ്റിൻ്റെ സൗദി രാജാവിൻ്റെ പിന്തുണ, സിറിയയുമായിട്ടുള്ള ബന്ധം, ഈ സമാധാന ഉടമ്പടി നടപ്പാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക്, അദ്ദേഹം തന്ത്രജ്ഞനും നയചാതുരിയുള്ളവനുമായ ഒരു മനുഷ്യനായിരുന്നു, നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ 1992 നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറുകയാണ്. എന്നു മാത്രമല്ല ആഭ്യന്തര യുദ്ധത്തിൽ അതുവരെ തകർന്നു കിടന്ന ലെബനോനിന് പുതിയൊരു ഉണർവുണ്ടായി, ഒരു പ്രതീക്ഷയുണ്ടായി. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെയായ സമൂഹം ഇദ്ദേഹത്തെ അംഗീകരിച്ചു, ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിറഞ്ഞു. 130% ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഉണ്ടായിരുന്ന ഒരു രാജ്യം ഈ യുദ്ധകാലത്ത് പിന്നീട് 2 വർഷം കൊണ്ട്, ഇദ്ദേഹം അധികാരത്തിലേറി 2 വർഷം കൊണ്ട് ആ ഇൻഫ്ലേഷൻ നിരക്ക് 12% ഇദ്ദേഹം കുറച്ച് കൊണ്ടുവന്നു. എന്നു മാത്രമല്ല യുദ്ധത്തിൽ തകർന്നു കിടന്ന നഗരവും ഉൾനാടുകളും ഒക്കെ ആധുനികമായ രീതിയിൽ, കാരണം ഇദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന ആളും കൂടിയാണല്ലോ, ആധുനികമായ രീതിയിൽ പുനർനിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ലെബനോൻ്റെ ആധുനികതയുടെ കാഴ്ചകളൊക്കെ ഈ റഫീഖ് ഹരീരിയുടെ ആശയത്തിൽ രൂപം കൊണ്ടുവന്നതാണ്. പക്ഷേ ഭരണം മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു വിലങ്ങുതടിയായി നിന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സിറിയയുടെ നിർദ്ദേശങ്ങളാണ്. സിറിയ അമേരിക്കയിൽ നിന്ന് പല രാജ്യങ്ങളെയും പുറത്തു നിന്ന് അധിനിവേശിച്ച് ഭരണം നടത്തുന്നു എന്ന് പറയുന്ന പോലെ, അവിടെ പാവ ഗവൺമെൻറ്റിനെ സ്ഥാപിക്കുന്നു എന്ന് പറയുന്ന പോലെ, അതുവരെ മുഴുവൻ ഈ ലെബനോൻ്റെ ഭരണത്തിൽ വന്നിരുന്നത് മുഴുവൻ ഈ സിറിയയുടെ അല്ലെങ്കിൽ അസദിൻ്റെ പാവ സർക്കാരുകളാണ്. അവർ പറയുന്നതിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന സർക്കാരുകളായിരുന്നു. അങ്ങനെ 2ാം ടേമിൽ അധികാരത്തിലിരിക്കുമ്പോൾ സിറിയയുമായിട്ടുള്ള ഈ ബന്ധം വഷളായതിനെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുന്നു, പുറത്തേക്ക് പോകുന്നു. അപ്പോഴത്തേക്കും സിറിയയ്ക്ക് അനുകൂലമായ ഒരു ഗവൺമെൻറ് അവിടെ രൂപം കൊള്ളുന്നു. പഴയ പോലെ തന്നെ സിറിയ ഊർജിതമായി തീരുമാനങ്ങളെടുക്കുന്നു.
സിറിയയുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് രഹസ്യാന്വേഷകരാണ് നിരന്തരം ഇതിനകത്തൂടെ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് ഭരണത്തിൽ, രാഷ്ട്രീയത്തിൽ, ഗവൺമെൻറ്റിലൊക്കെ പ്രവർത്തിച്ചിരുന്നത്. സിറിയൻ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം മാത്രം നടപ്പായിരുന്ന ഒരു രാജ്യം. ഇത് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്, ഡ്രൂസുകൾക്ക്, അതുപോലെ തന്നെ സുന്നികൾക്ക് അതിനകത്ത് താല്പര്യക്കുറവുണ്ടായിരുന്നു. താല്പര്യക്കുറവുണ്ടെന്ന് മാത്രമല്ല, അവരും ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇവരെയെല്ലാം കൂട്ടിച്ചേർത്ത് ഹരീരി അടുത്ത തെരഞ്ഞെടുപ്പിൽ സിറിയയ്ക്കെതിരായ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് 2005 ആ സംഭവം ഉണ്ടാകുന്നത്. ഒരു ദിവസം രാവിലെ അദ്ദേഹം അന്നേരം പ്രധാനമന്ത്രിയല്ല, അധികാരമില്ലാത്ത സമയമാണ്. ആ സമയത്ത് ഒരു ദിവസം രാവിലെ അദ്ദേഹം പാർലമെൻറ്റിന് സമീപമുള്ള ഒരു പ്രശസ്തമായൊരു കഫേയുണ്ട്, അവിടെ പോയി കുറച്ച് നേരം ചില സുഹൃത്തുക്കളെയൊക്കെ കണ്ടു, ചർച്ചകൾ നടത്തി. ഒരു 12:55 ആയപ്പോഴത്തേക്കും കഫേയിൽ നിന്ന് റഫീഖ് ഹരീരിയും അദ്ദേഹത്തിൻ്റെ കൂടെ പണ്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സാമ്പത്തിക വിഭാഗത്തിൻ്റെ ചുമതലക്കാരനായ മന്ത്രി, പിന്നെ ഏതാനും സുഹൃത്തുക്കൾ, പിന്നെ മറ്റ് കാറുകൾ, ഒരു 5 കാറുകൾ കൂടി, ഇങ്ങനെ 6 കാറുകളുടെ ഒരു കോൺവോയി ആയിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. ഇതേ സമയത്ത് ഈ സെൻറ്റ് ജോർജ് ഹോട്ടലിൽ നമ്മൾ കുറച്ച് മുമ്പ് കടന്നു പോകുന്ന ആ സെൻറ്റ് ജോർജ് ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരാൾ ഒരു മിറ്റ്സുബിഷി ട്രക്കുമായിട്ട് കാത്തു കിടപ്പുണ്ടായിരുന്നു. വഴിയരികെ പാർക്ക് ചെയ്തിട്ടിരിക്കുക. ഈ മിറ്റ്സുബിഷി ട്രക്കിനകത്ത് ഏതാണ്ട് 2500 കിലോ സ്ഫോടക വസ്തുക്കൾ നിറച്ചു വെച്ചിരുന്നു. ഈ കാറിൻ്റെ കോൺവോയി കടന്ന് ഈ ഹോട്ടലിൻ്റെ മുന്നിലെത്തുമ്പോൾ അതിൻ്റെ മറ്റേ സൈഡിൽ, റോഡ് സൈഡിൽ ഈ ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹരീരിയുടെ കാറ് കൃത്യം അവിടെ എത്തുകയും ഈ ട്രക്ക് അതിശക്തമായ സ്ഫോടനം നടത്തുകയും ചെയ്തു. ആ കാറും ആ കൂടെ ഉണ്ടായിരുന്ന മറ്റു വാഹനങ്ങളും മാത്രമല്ല, ആ സെൻറ്റ് ജോർജ് ഹോട്ടലിൻ്റെ ഒരു ഭാഗം മുഴുവൻ തകർന്ന് തരിപ്പണമായിപ്പോയി, തകർന്ന് ചെതറിപ്പോയി. റഫീഖ് ഹരീരിയുടെ ഒന്നും മൃതദേഹം കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല, ചെതറിപ്പോയി. അവിടെ ഏതാണ്ട് 2 മീറ്റർ ആഴത്തിലുള്ള ഒരു കുഴി ഈ പ്രൊമനേഡിൽ, കൂടാതെ ഏതാണ്ട് 20 മീറ്റർ വിസ്തൃതി ചുറ്റളവുള്ള വമ്പനൊരു കുഴി രൂപപ്പെട്ടു. അത്ര ഭീകരമായ സ്ഫോടനമായിരുന്നു. ഫെബ്രുവരി 14 ഈ സംഭവം ഉണ്ടാകുന്നത്. ഫെബ്രുവരി 16 സംസ്കാരം നടക്കുന്നത്. ഈ സംസ്കാരം നടക്കുമ്പോഴേക്കും ലെബനോൻ ആകെ ഇളകി മറിഞ്ഞു. ഏതാണ്ട് 1.5-2 ലക്ഷം ആളുകളാണ് ആ മൃതദേഹ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. ഇദ്ദേഹത്തെ ആരാണ് വധിച്ചതെന്ന് എല്ലാവർക്കും അതോടെ മനസ്സിലായി. അതോടെ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നിരുന്ന സമൂഹം, ആ ജനാവലി മുഴുവൻ ഇവിടേക്ക് വരുന്നു, മൃതദേഹം സംസ്കരിക്കുന്നു. ലെബനോൻ്റെ രാഷ്ട്രീയം സംഘർഷഭരിതമായി. ആ ഗവൺമെൻറ് എപ്പോൾ വേണേലും താഴെ പോകുന്ന സ്ഥിതിയായി. കാരണം ആ സമയത്ത് ഭരിക്കുന്നത് ഹരീരിക്കെതിരായ ഒരു ഭരണമാണ്, സിറിയയ്ക്ക് അനുകൂലമായ ഭരണമാണ്. ഫെബ്രുവരി 21 ആയപ്പോഴേക്കും ജനലക്ഷങ്ങൾ അവിടെ ലെബനോനിൽ തടിച്ചുകൂടിയിട്ട്, ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് തടിച്ചുകൂടിയിട്ട് ഗവൺമെൻറ് രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉയർത്തി. അതിശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചു. ഇതിനെ തുടർന്ന് ഫെബ്രുവരി 28 ആയപ്പോഴത്തേക്കും ലെബനോൻ്റെ സർക്കാർ നിലംപതിച്ചു. പ്രധാനമന്ത്രി രാജിവെച്ച ഉടനെ തന്നെ ഈ പ്രക്ഷോഭങ്ങൾക്കൊരു കൗണ്ടർ പ്രക്ഷോഭമായിട്ട് മാർച്ച് 8 ഹിസ്ബുള്ള ഒരു മാർച്ച് നടത്തി. താങ്ക് യു സിറിയ എന്നായിരുന്നു അതിൻ്റെ സ്ലോഗൻ. താങ്ക് യു സിറിയ എന്ന് സിറിയയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഹിസ്ബുള്ളയുടെ വലിയൊരു റാലി നടക്കുന്നു. ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇതിനെതിരെ മാർച്ച് 14 വലിയൊരു റാലി നടത്തി. ഏതാണ്ട് 15 ലക്ഷം ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ലെബനോനാകെ തരിച്ചുപോയ ഒരു വമ്പൻ റാലിയായിരുന്നു. ഈ റാലികളും ഈ പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ കത്തുകയാണ് കുറേ ദിവസങ്ങളായിട്ട്. ലെബനോൻ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നു. UN ഇടപെടുന്നു, അന്താരാഷ്ട്ര ശക്തികളെല്ലാം ഇടപെടുന്നു. ഒടുവിൽ സിറിയയ്ക്ക് ലെബനോനിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നു. 2005 ഏപ്രിൽ 26 ആകുമ്പോഴേക്കും സിറിയയുടെ അവസാനത്തെ പട്ടാളക്കാരനും ലെബനോൻ വിട്ടുപോകുന്നു. അതായത് സിറിയ ഈ ലെബനോന് മേൽ നടത്തിയിരുന്ന ആ ഒരു അധിനിവേശം 2005 ഏപ്രിൽ 26 പൂർണ്ണമായിട്ട് അവസാനിക്കുന്നത്. പിന്നെ ഭരണം ഏതാണ്ട് ശാന്തമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ അപ്പോഴും നമുക്കറിയാം, ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. സിറിയയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. സിറിയയിൽ അസദിനെതിരെ പ്രക്ഷോഭങ്ങളുണ്ടാകുന്നുണ്ട്. ആഭ്യന്തര യുദ്ധം സിറിയയിലേക്ക് വളരുന്നു. സിറിയയിൽ നിന്ന് ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഈ അതിർത്തി കടന്ന് പടിഞ്ഞാറുള്ള ലെബനോനിലേക്ക് ഒഴുകുന്നു. കാരണം സിറിയക്കാർക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും അടുത്ത രാജ്യം ലെബനോനാണ്. പാലസ്തീനികൾക്കും പോകാൻ പറ്റുന്ന ഒരു രാജ്യം ലെബനോനാണ്. വേറെ എവിടേക്കും പോകാനില്ല. തൊട്ടടുത്ത അറബി രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് അവർക്ക് പ്രവേശനമില്ല. അപ്പോൾ സഭ ഈ കാർ ഈ പ്രൊമനേഡിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. അതിസുന്ദരമായ പ്രൊമനേഡാണ് കേട്ടോ. ഫ്രഞ്ചുകാർ പണ്ട് പണിത ഒരു പ്രൊമനേഡാണ്. അതിമനോഹരമായ കടൽത്തീര പാതയാണ്. അതിൻ്റെ ഓരങ്ങളിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയൊക്കെ പോലുള്ള വമ്പൻ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ ഈ പ്രതിസന്ധിയുടെ കാലത്തും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങേയറ്റം വരെ പോയി ആ പ്രൊമനേഡിലൂടെ. ആ പ്രൊമനേഡ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. അത് തെക്കോട്ട് നീണ്ടു കിടക്കുകയാണ്. ആ പ്രൊമനേഡിൻ്റെ ഒരറ്റത്ത് നിന്ന് കഴിയുമ്പോൾ അവിടെ ഒരു പഴയ ലൈറ്റ് ഹൗസ് ഉണ്ട്.
അത് 1-2 നൂറ്റാണ്ട് മുമ്പ് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് നവീകരിച്ചിരിക്കുന്നു. ആ ലൈറ്റ് ഹൗസിൻ്റെ സമീപത്ത് പോയി കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്ത് തിരിച്ച് കറങ്ങി വീണ്ടും നമ്മൾ ബെയ്റൂട്ടിൻ്റെ നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്തൂടെ ഓടി ഇനി നമ്മൾ ലെബനോൻ്റെ വടക്കൻ പ്രദേശത്തേക്കാണ് പോകുന്നത്. അതിലാദ്യം നമ്മൾ ജെയ്റ്റ ഗ്രോട്ടോ എന്ന് പറയുന്ന മലമുകളിലെ ഒരു ഗുഹ കാണാനാണ് പോകുന്നത്. അത് കുറച്ച് ദൂരം ഓടാനുണ്ട്. വണ്ടി അങ്ങോട്ട് ഓടി തുടങ്ങുമ്പോൾ ഞാൻ സഭയോട് ചോദിച്ചു, സഭ ഈ ഇത്രയേറെ അഭയാർത്ഥികളെ മറ്റൊരു രാജ്യവും സ്വീകരിക്കാതെ എന്തിന് ലെബനോൻ മാത്രം സ്വീകരിച്ചു? ഈ ലക്ഷക്കണക്കിന് പാലസ്തീനികളെയും മറ്റ് അഭയാർത്ഥികളെയും ഒക്കെ എന്തുകൊണ്ടാണ് ലെബനോൻ തന്നെ ഏറ്റെടുക്കുന്നത്? അപ്പോൾ സഭ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ സിറിയയാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്, ഞങ്ങളാരും അല്ല തീരുമാനിച്ചത്. സിറിയ പറയുന്നു നിങ്ങൾ ഇത്ര പാലസ്തീനികൾ അവിടെ എടുത്തിരിക്കണം. സിറിയ തീരുമാനിക്കുന്നു, ഞങ്ങളുടെ സർക്കാരുകൾ, ഞങ്ങളുടെ പ്രധാനമന്ത്രി, ഞങ്ങളുടെ പ്രസിഡൻറ്റും ഒക്കെ അതനുസരിക്കുന്നു. വലിയൊരു അഭയാർത്ഥി സമൂഹത്തിൻ്റെ സംരക്ഷകരായി ലെബനോൻ മാറി. അതോടെ ലെബനോൻ്റെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നു. ഇൻഫ്ലേഷൻ കൊടുമ്പിരിക്കൊണ്ടു. അവർക്ക് പോറ്റാൻ കഴിയുന്നതിലേറെ അഭയാർത്ഥികളായി ഒരു രാജ്യത്ത് വന്നു ചേർന്നു. ഇതൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാനിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഭ കുറേ ചരിത്രമറിയുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാനറിയുന്ന ഒരു ഡ്രൈവറാണ്. അതുകൊണ്ട് എനിക്ക് വലിയ സൗകര്യമായി. പല കാര്യങ്ങളും ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് മുഴുവൻ സത്യമാണോ എന്നറിയാൻ നമ്മൾ പഠിക്കുകയും ചെയ്യണം. തിരിച്ചു വന്ന് ഞാൻ പഠനവും നടത്തി. ഇതിൻ്റെ ചരിത്രം എന്താണ് ലെബനോൻ്റെ പശ്ചാത്തലം, എന്താണ് ലെബനോനിൽ നടന്നത്, എന്താണ് ഇപ്പോൾ നടക്കുന്നതെന്ന് എനിക്ക് ചരിത്രം വളരെ കൗതുകമുള്ളൊരു വിഷയമായതുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്നു. അവിടെ നിരന്തര സംഘർഷം നടത്തുന്നതിൽ എല്ലാ വിഭാഗത്തിനും പങ്കുണ്ട്. കാരണം എല്ലാവരും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. ഇത്രയും കഥകളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നഗരം അങ്ങ് പിന്നിലായി. ഈ നഗരത്തിൻ്റെ പുറം ഭാഗത്തും ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും ആ പുരാതനമായ ബെയ്റൂട്ട് നഗരത്തിൻ്റെ അവശേഷിപ്പുകൾ കാണാം. അതായത് പഴയ കെട്ടിടങ്ങൾ, വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ കാണാം. പക്ഷേ ഈ ആഭ്യന്തര യുദ്ധം ഉണ്ടായപ്പോഴും ഇസ്രായേലിൽ നിന്ന് മിസൈലുകൾ വന്ന് വീണിട്ടുമൊക്കെ ബെയ്റൂട്ടിൻ്റെ പഴയ നഗരഭാഗത്തെ മിക്കവാറും കെട്ടിടങ്ങളെല്ലാം തകർന്നുപോയി. ഒരു കണക്കിന് അത് നന്നായി എന്ന് വേണേൽ പറയാം. കാരണം അതിനുശേഷം ഈ റഫീഖ് ഹരീരിയുടെ കാലത്തും അതിനുശേഷവും ഒക്കെ ആധുനിക രീതിയിൽ അതിമനോഹരമായി ഡിസൈൻ ചെയ്ത അതിസുന്ദരമാക്കിയ തെരുവുകളും സ്ക്വയറുകളും പുതിയ കാല കെട്ടിടങ്ങളും കൊണ്ട് ഈ ബെയ്റൂട്ടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ സുന്ദരമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ജെയ്റ്റ ഗ്രോട്ടോയിലേക്ക് പോവുകയാണ്. അങ്ങോട്ട് തിരിയുന്ന സ്ഥലത്തേക്ക് എത്തി. ഹൈവേയിൽ നിന്ന് അങ്ങ് വടക്കോട്ട് നീണ്ടു കിടക്കുന്ന ഹൈവേ ആണ്. ഈ ഹൈവേയിലൂടെ നേരെ പോയാൽ നമ്മൾ ജൂണിയെ, ബിബ്ലോസ്, ട്രിപ്പോളി ഇങ്ങനെയൊക്കെയുള്ള ചരിത്ര നഗരങ്ങളിലേക്ക് എത്തും. അതിൽ ഈ പല നഗരങ്ങൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഈ ലെബനനിലെ ഓരോ നഗരവും ഓരോ സമുദായത്തിൻ്റെയാണ്, അല്ലെങ്കിൽ ഓരോ മതവിഭാഗത്തിൻ്റേതാണ്. ഇപ്പോൾ ജൂണിയെ എന്ന പ്രദേശം ഈ ബെയ്റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന ബെയ്റൂട്ടിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്തുള്ളൊരു പട്ടണമാണ്, ഒരു പുരാതനമായ പട്ടണമാണ്. ആ പ്രദേശത്തെ 98% ആളുകളും ക്രിസ്ത്യാനികളാണ്, മാരോണൈറ്റ് കാത്തലിക്സ് എന്ന വിഭാഗത്തിൽപ്പെട്ടവർ. വേറൊരു ഗ്രാമത്തിലേക്ക്, ഒരു ചെറിയ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായിരിക്കും, ഗ്രീക്ക് ഓർത്തഡോക്സ് വിശ്വാസികൾ, ചിലയിടത്ത് ഗ്രീക്ക് കാത്തലിക് വിശ്വാസികൾ. വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ സുന്നി മുസ്ലിങ്ങളുടെ ഒരു പട്ടണമായിരിക്കും, അവിടെ സുന്നി മുസ്ലിങ്ങളായിരിക്കും ബഹുഭൂരിപക്ഷം വസിക്കുന്നത്. ചിലയിടത്ത് ഡ്രൂസ് വിഭാഗത്തിൻ്റേതായിരിക്കാം. അപ്പോൾ ഇവർ ഒരു മതവിഭാഗക്കാരാണ് ഒരു പ്രദേശത്ത് വസിക്കുക. മറ്റൊരുത്തൻ അവിടെ വസിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടെന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവർ തമ്മിൽ, ഈ പട്ടണങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ ഈ ആഭ്യന്തര യുദ്ധത്തിലുണ്ടായിരുന്നു. അവിടം കയറി റെയ്ഡ് ചെയ്യുക, കൊന്നൊടുക്കുക, അവിടേക്ക് ഇവിടെ നിന്ന് മിസൈലുകൾ അല്ലെങ്കിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ച് തകർക്കുക, ഇങ്ങനെ നിരന്തരം പരസ്പരം പോരാടിയിരുന്ന ഒരു രാഷ്ട്രം. നമ്മൾ ഇത്ര ലെബനോനിലെ ഒരു സംഭവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സിറിയയിലെ ഒരു സംഭവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ആ ദിവസങ്ങളിലെ വാർത്ത കണ്ടിട്ട് നമ്മളൊരു തീരുമാനത്തിലെത്തും, ഇതാണ് അവിടുത്തെ പ്രശ്നത്തിൻ്റെ കാരണമെന്ന്. എല്ലാ പ്രശ്നങ്ങൾക്കും പുറകോട്ട് പോയാൽ ഒരു കാരണമുണ്ട്. നമ്മളത് ഡെപ്തിൽ പഠിക്കുമ്പോൾ ഇതിൽ ഏറ്റവും കുറ്റവാളി എന്ന് നമ്മൾ കരുതുന്ന ആൾക്കും ഒരു ന്യായമുണ്ട് അതിനകത്ത്. കാരണം അവരുടേതായിരുന്ന ചില സ്ഥലങ്ങൾ മറ്റാരോ പിടിച്ചടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് നമുക്ക് ഇസ്രായേലിലും പാലസ്തീനിലും ഒക്കെ നമുക്കിത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലെബനോനിലും അതുപോലൊരു ചരിത്രമുണ്ട്. സിറിയ പലപ്പോഴും പാശ്ചാത്യ ആക്രമണങ്ങളെ പ്രതിരോധിച്ച ഒരു രാജ്യമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഈ സിറിയ മറ്റൊരു രാജ്യത്തെ കാൽക്കീഴിലാക്കി വെച്ചിരുന്ന ചരിത്രമുള്ളൊരു രാജ്യമാണ്. ഏത് രാജ്യമാണ് നന്മയുടെ ഭാഗത്ത് നിന്നത്, ഏത് രാജ്യമാണ് തിന്മയുടെ ഭാഗത്ത് നിന്നതെന്ന് പൂർണ്ണമായിട്ടും ചില സമയത്ത് നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ കാരണം ഇതാണ്, ചരിത്രത്തെ നമ്മൾ പുറകോട്ട് പഠിക്കുമ്പോഴാണ് ഈ സംഭവിക്കുന്നത്. ചരിത്രത്തെ ഒരു ഘട്ടം മുതൽ മാത്രം പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റും. പക്ഷേ അതിൻ്റെ പുറകോട്ടും കൂടെ പഠിക്കുമ്പോൾ ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു. അപ്പോൾ ഈ ലോകയാത്രകളിൽ നമുക്ക് ഏത് പൂർണ്ണമായും ശരി, ഏത് പൂർണ്ണമായും തെറ്റ് എന്ന് പറയാൻ കഴിയാത്ത രീതിയിലാണ് ചരിത്രമെന്ന് എനിക്കിതിനോടകം മനസ്സിലായിട്ടുണ്ട്. ചരിത്രമറിയാതെ ഇന്നലത്തെ പത്രം വായിച്ച് ഇന്ന് അഭിപ്രായം പറയുന്നവർക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. പക്ഷേ 100 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു,
50 വർഷം മുമ്പ് എന്തായിരുന്നു, അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ചരിത്രത്തിന് പല മുഖങ്ങളുള്ളതായിട്ട് നമ്മൾ കാണും. അങ്ങനെ ഓടി നമ്മൾ മല കയറി തുടങ്ങി. ആൻറ്റി ലെബനോൻ മലനിരകൾ എന്ന് പറയുന്ന ഒരു മലനിരകളുണ്ട് ഈ ലെബനോൻ്റെ കിഴക്ക് ഭാഗത്ത്. പടിഞ്ഞാറ് ഭാഗം നമുക്കറിയാം മെഡിറ്ററേനിയൻ കടൽ തീരമാണ്, കേരളം പോലെ ഏകദേശം. പടിഞ്ഞാറ് കടൽ തീരം, അവിടുന്ന് കിഴക്കോട്ട് സഞ്ചരിക്കും തോറും നമ്മൾ ആൻറ്റി ലെബനോൻ മലനിരകളിലേക്ക് കയറുകയാണ്. ആൻറ്റി ലെബനോൻ മലനിരകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ്. മനോഹരമാണ് ഭൂപ്രകൃതി. മറ്റ് അറബി നാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധാരാളം പച്ചപ്പുണ്ട്. ഈ മലനിരകളിൽ ധാരാളം ഫലവൃക്ഷങ്ങൾ വിളയുന്ന തോട്ടങ്ങൾ കാണാം. കൂടാതെ ദേവദാരു മരങ്ങൾ, 3000 കൊല്ലം മുമ്പ് പോലും ലെബനോനിൽ നിന്ന് ദേവദാരു തടി വെട്ടിക്കൊണ്ട് പോയിരുന്നു മറ്റു രാജ്യക്കാർ. അവിടേക്ക് തടി സപ്ലൈ ചെയ്തിരുന്നു ലെബനോൻ. സമ്പന്നമായ ഒരു ചരിത്രമുള്ള, സമ്പന്നമായ ഒരു പാരമ്പര്യമുള്ള, സമ്പത്തുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്. ഇങ്ങനെ മല കയറി പോകുമ്പോൾ നമ്മൾ അങ്ങകലെ മറ്റൊരു മലയിൽ ഒരു വലിയ കെട്ടിട കോംപ്ലക്സ് കാണാം. അപ്പോൾ സഭ എന്നോട് പറഞ്ഞു അത് സീക്രട്ട് മൊണാസ്ട്രിയാണ്. സീക്രട്ട് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പ്രദേശം. ഈ പ്രദേശത്ത് ഈ മലമുകളിലെ ഒരു മൊണാസ്ട്രി ഉണ്ട്, ഒരു ക്രിസ്ത്യൻ മൊണാസ്ട്രി. AD 6-ാം നൂറ്റാണ്ട് മുതൽ അവിടെ ഇന്നു വരെ തുടർച്ചയായി ക്രിസ്ത്യൻ സന്യാസിമാർ വസിക്കുന്ന ഒരു മൊണാസ്ട്രിയാണ്. ഒരു തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ, തീർത്ഥാടകർ ഒക്കെ പല രാജ്യങ്ങളിൽ നിന്നും അവിടേക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് പോകേണ്ട, നമുക്ക് ആദ്യം ഈ ഗ്രോട്ടോ തന്നെ കാണാമെന്ന് തീരുമാനിച്ചു. കാരണം ഇന്ന് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. വണ്ടി വീണ്ടും മല കയറി പോവുകയാണ്. ഈ പോകുന്നതിനിടയ്ക്ക് പലയിടത്തും ചെക്ക് പോസ്റ്റുകളുണ്ട്. പോലീസ് വണ്ടി തടഞ്ഞു നിർത്തും. സഭയോട് പേപ്പറുകൾ, ഡോക്യുമെൻറ്റുകൾ ചോദിക്കും. ഈ കൂടെ ഇരിക്കുന്ന ആരാന്ന് അന്വേഷിക്കും. എൻ്റെ പാസ്പോർട്ട് വാങ്ങും, നോക്കും. എന്താ കയ്യിൽ ക്യാമറ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ID കാർഡ് എടുത്ത് കാണിക്കും. പൊയ്ക്കോളാൻ പറയും. ഇങ്ങനെ ഒരു 3 സ്ഥലത്തെങ്കിലും പരിശോധിച്ചാൽ വിടുന്നത്. കാരണം നമ്മൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഓർക്കണം. ഏത് സമയവും എവിടെയും ഒരു സ്ഫോടനം നടക്കാം. എപ്പോൾ വേണമെങ്കിലും ഒരു മിസൈൽ വന്ന് വീഴാം. എപ്പോൾ വേണമെങ്കിലും ഒരു ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെടാം. എപ്പോൾ വേണമെങ്കിലും ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവാം. എപ്പോൾ വേണമെങ്കിലും ഒരാൾ ബെൽറ്റ് ബോംബുമായിട്ട് ഇതുവഴി കടന്നു പോകാം. ഇതൊക്കെ അവിടുത്തെ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും സംശയമാണ്, കടന്നു പോകുന്ന എല്ലാവരെയും സംശയം. ഏതായാലും ഈ 3 പരിശോധനയും കഴിഞ്ഞ് നമ്മൾ മലമുകളിലെ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് ചെല്ലുന്നു. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇത്രയേറെ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും എല്ലാം നടന്ന് ഇപ്പോഴും ആക്രമണങ്ങൾ അന്യരാജ്യങ്ങളിൽ നടക്കുന്ന അഭയാർത്ഥികളുടെ കുത്തൊഴുക്കിൽ സാമ്പത്തിക രംഗം ആകെ തകർന്ന ഈ സ്ഥലത്തും ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം ഒരു പെർഫെക്ഷൻ ഉണ്ട്, ഭംഗിയുണ്ട്. അത് ഭംഗിയായി സംരക്ഷിക്കുന്നുണ്ട്. പാർക്കിങ്ങിൽ ഒരിടത്ത് വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് ഞങ്ങൾ നടന്നു. സഭ കൂടെ വന്നു. ഗ്രോട്ടോയിലേക്ക് കയറുന്നിടത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെന്നൊരു കേബിൾ കാറിലേക്കാണ് കയറുന്നത്. ഈ കേബിൾ കാറിലാണ് ഇനി നമ്മൾ ഈ ഗ്രോട്ടോയുടെ എൻട്രൻസ് വരെയുള്ള ഭാഗത്തേക്ക് എത്തുന്നത്. അതായത് നമ്മുടെയൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിന് തൊട്ട് മുമ്പ് വരെ കാർ കയറ്റിവിടുകയും വാഹനങ്ങൾ കയറ്റിവിടുകയും ആ വഴി മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ആകുകയും, മൂന്നാറൊക്കെ ഉദാഹരണം, അവിടെ മുഴുവൻ മാലിന്യം നിറയുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയിലാകുന്നതിന് പകരം ഇവിടെ വളരെ പുറകിൽ തന്നെ സ്വസ്ഥമായൊരു സ്ഥലത്ത്, ഇഷ്ടംപോലെ സ്ഥലമുള്ളിടത്ത് ശാസ്ത്രീയമായ പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് എല്ലാ വാഹനങ്ങളും അവസാനിപ്പിച്ചിട്ട് അവിടുന്ന് ഈ ടിക്കറ്റ് എടുത്ത് ഈ കേബിൾ കാറിൽ കയറി വേണം പ്രധാന കാഴ്ചയിലേക്ക് പോകാൻ. ഞാനും ടിക്കറ്റ് എടുത്തു. കുറേ ആളുകളുണ്ട്. ആ കേബിൾ കാറിൽ ചെന്ന് കയറി. ഇത് ഓരോരോ കേബിൾ കാർ ഇങ്ങനെ അങ്ങ് പോകുമല്ല, 4 കേബിൾ കാറുകൾ ഒന്നിച്ചങ്ങ് പോകുന്നത്. പിന്നെ അടുത്ത 4 കേബിൾ കാറുകൾ ഇങ്ങനെ വരും. 8 ഇടവിട്ടടോട്ട് പോകുന്നതിന് പകരം 4 അങ്ങോട്ട് പോകും, 4 ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു സിസ്റ്റമാണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ കയറി പോകുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ അതിമനോഹരമായി സംരക്ഷിച്ചിട്ടുണ്ട്, മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. ഇവർക്ക് ഇതിനൊക്കെ ഈ യുദ്ധത്തിനിടയ്ക്ക് എവിടെ നേരം കിട്ടുന്നു നമുക്കൊരു സംശയം തോന്നും. നമ്മളിനി പോകുന്നത് ഈ ജെയ്റ്റ ഗ്രോട്ടോയുടെ അപ്പർ ഗ്രോട്ടോയിലേക്കാണ് ആദ്യം ചെല്ലുന്നത്, മല മുകളിലെ ഗ്രോട്ടോയിലേക്ക്. ലോവർ ഗ്രോട്ടോയും ഉണ്ട്, കുറച്ച് താഴെയായിട്ട് മറ്റൊരു ഗ്രോട്ടോ ഉണ്ട്. അങ്ങനെ 2 ഗ്രോട്ടോകളായി ഈ പ്രദേശത്തുള്ളത്. അതിൽ അപ്പർ ഗ്രോട്ടോയുടെ സമീപത്തുള്ള കേബിൾ കാർ സ്റ്റേഷനിൽ കേബിൾ കാർ പോയി നിന്നു. ഞാൻ അവിടെ ഇറങ്ങി. അവിടെ നിന്ന് ഈ ടിക്കറ്റ് മതി എല്ലാത്തിനും, തിരിച്ചു വരുന്നിടം വരെ ഈ ടിക്കറ്റ് മതി. അപ്പോൾ സഭ താഴെ പാർക്കിംഗ് വെയിറ്റ് ചെയ്തോളാം, എന്നെ ടിക്കറ്റ് എടുക്കുന്നിടം വരെ കൊണ്ടുവന്ന് വിട്ടിട്ട് അയാൾ തിരിച്ചു പോയി. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ ഗ്രോട്ടോയിലേക്ക് നമുക്ക് കയറാം. ഗ്രോട്ടോയിലേക്ക് ഗൈഡഡ് ടൂറുകളാണ്. അതിനകത്തേക്ക് കയറുന്നു. പിന്നെ നമ്മൾ വേറൊരു ലോകത്തേക്ക് കയറുക. ഗ്രോട്ടോ എന്ന് പറഞ്ഞാൽ വലിയൊരു മലയുടെ ഉള്ളിലെ വമ്പനൊരു ഗുഹ. ഈ ഗുഹ പ്രകൃതി സൃഷ്ടിച്ചതാണ്. നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതി ഉണ്ടാക്കിയ ഒരു അത്ഭുത പ്രതിഭാസം. ഈ ഗുഹയുടെ ഉള്ളിൽ വെള്ളം ഇറ്റിറ്റ് വീണ് ഈ വെള്ളത്തിനകത്തുള്ള ചുണ്ണാമ്പ് അംശം അത് ഇങ്ങനെ ഊറി കൂടി കൊടാനുകൂടി വർഷങ്ങൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ടാക്കിയിരിക്കുന്നു.
പ്രകൃതി സൃഷ്ടിച്ച ശില്പങ്ങൾ, അത് അത്ഭുതകരമായ രൂപത്തിലാണത്. ഈ ബൾബുകളൊക്കെ എവിടെയെന്ന് നമുക്കറിയില്ലാത്ത രീതിയിൽ മനോഹരമായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. ചിലയിടത്ത് കൊത്തുപണികളോടുകൂടിയ തൂണുകൾ പോലെ, വേറെ ചിലയിടത്ത് സീലിങ്ങിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന കർട്ടനുകൾ പോലെ. അതിലൂടെ നടക്കാനുള്ള നല്ല ബോർഡ് വാക്കുകളുണ്ട്. അതിലൂടെ ഇങ്ങനെ നടക്കാം. നടന്ന് നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോകാം. ഏതാണ്ട് 1.25 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഗുഹയ്ക്ക്. ചിലയിടത്ത് അതിവിശാലമായ ഒരു ഓഡിറ്റോറിയം പോലെ 6 നില വരെ ഉയരമുള്ള വമ്പൻ ഹോളുകൾ, വലിയ ഗുഹകൾ, ചില ഭാഗത്ത് ഇടുങ്ങിയ വഴികൾ, ചിലയിടത്ത് മനുഷ്യർ തന്നെ ഉണ്ടാക്കിയ ചില ടണലുകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടുങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് സഞ്ചാരികൾക്ക് കടക്കാൻ പറ്റുന്ന രീതിയിൽ. 1800കളുടെ അവസാനം അമേരിക്കയിൽ നിന്നുള്ള ഒരു വൈദികനാണ് ഇതിൻ്റെ തുടക്കം കണ്ടുപിടിച്ചത്. പിന്നീട് പല കാലഘട്ടങ്ങളിൽ അടുത്ത വർഷങ്ങളിലൊക്കെ നിരവധി പര്യവേഷകർ ഇതിനകത്തേക്ക് ഇറങ്ങി. ഈ വൈദികൻ ഇത് കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് ദൂരമേ അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് എന്ന് ആധുനിക കാലത്തെ അറിയിച്ചത് അദ്ദേഹമാണ്. പിന്നീട് പലരും പര്യവേഷണങ്ങൾ നടത്തിയാണ് ഈ 1750 മീറ്റർ ഉള്ളിലേക്ക് പോവുകയും ഇതിൻ്റെ ഈ അത്ഭുതം, ഈ വിശാലത കണ്ടെത്തുകയും ചെയ്തത്. മാത്രമല്ല, ഇതിൻ്റെ ഈ ലോവർ ഗ്രോട്ടോ ഇതുപോലെ തന്നെയാണ്. അത് 6 കിലോമീറ്റർ ഉള്ളിലേക്ക് നീണ്ടു കിടക്കുകയാണ്. ഈ ലോവർ ഗ്രോട്ടോയിൽ നിന്നാണ് നെഹർ അൽ ഖൽബ് എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും പ്രമുഖമായൊരു നദി ഉത്ഭവിക്കുന്നത്. ഈ നദിയുടെ ഉത്ഭവസ്ഥാനം ആദ്യകാലത്ത് ഇവർക്ക് അറിയില്ലായിരുന്നു. 1836 ഈ വൈദികൻ ഈ ഗുഹ കണ്ടുപിടിക്കുന്നിടം വരെ ഇവർക്ക് വലിയ ധാരണയില്ലായിരുന്നു ഈ നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നതെന്ന്. പക്ഷേ ഈ ലോവർ ഗ്രോട്ടോയിൽ വലിയൊരു തടാകമുണ്ട്. ഈ മലയ്ക്കുള്ളിലെ ഗുഹയ്ക്കുള്ളിൽ വമ്പനൊരു തടാകമാണ്. ആ തടാകത്തിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഇങ്ങനെ പ്രകൃതിയുടെ വലിയൊരു അത്ഭുതമാണ്. ഈ ആഭ്യന്തര യുദ്ധത്തിന് മുമ്പ് ഇത് കുറേ കാലം ഇത് ടൂറിസ്റ്റുകൾ എത്തിയിരുന്ന സ്ഥലമായിരുന്നെങ്കിൽ ആഭ്യന്തര യുദ്ധകാലത്ത് ഇത് അടച്ചുപൂട്ടിയിരുന്നു. പിന്നെ 90കളിലാണ് ഇത് വീണ്ടും ഓപ്പൺ ചെയ്തത്. പിന്നീട് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് അതിമനോഹരമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി. അതിനകത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ പുറത്തിറങ്ങി വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് ഈ ലോവർ ഗ്രോട്ടോയിലേക്ക് പോകാൻ ഒരു ട്രെയിനുണ്ട്, ഒരു ടോയ് ട്രെയിൻ, റോഡ് ട്രെയിൻ എന്നും വേണേൽ വിളിക്കാം. ഈ ട്രെയിനെല്ലാം പോകുന്ന പാളത്തെ കൂടെയാണല്ലോ. ഇത് പാളത്തെ കൂടെയല്ല, റോഡിൽ കൂടെ പോകുന്ന ട്രെയിനാണ്. കുറേയേറെ ബോഗികൾ അതിനുണ്ട്. അതിൽ ഈ കൊച്ചുകുട്ടികളിരിക്കുന്ന പോലെ നമ്മളും ഇരിക്കണം. അപ്പോൾ അതിനകത്ത് ഞാനങ്ങനെ ചെല്ലുമ്പോൾ ഒരു വണ്ടി പോകാൻ റെഡിയായി നിൽക്കുക. അപ്പോൾ അതിനകത്ത് നിറയെ ആളുകളായി കഴിഞ്ഞു. വേണമെങ്കിൽ എനിക്കൂടെ കയറാം. പക്ഷേ ആ തിങ്ങിക്കൂടി അതിനകത്തിരുന്നാൽ നമുക്കൊരു സൈഡ് സീറ്റ് കിട്ടിയെങ്കിലേ ഈ പുറത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ആ വണ്ടി അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കുറേ സിഖുകാരവിടെ. ആദ്യം ഒരു 3-4 പേരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പഞ്ചാബിൽ നിന്ന് ടൂർ വന്ന ആരെങ്കിലും ആയിരിക്കുന്ന. കുറച്ച് കഴിഞ്ഞപ്പം ഒരു 10-40 സിഖുകാർ, എല്ലാവരും ഈ തലപ്പാവ് വെച്ചിരിക്കുന്നത് നമുക്ക് കണ്ടപ്പം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഞാൻ അവരെ വിഷ് ചെയ്തു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പോൾ അവർ പറഞ്ഞു അവർ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ടുള്ളവരാണ്. UN അവരെ ഇങ്ങോട്ട് സമാധാന സേനയുടെ ഭാഗമായിട്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നതാണ്. ഇന്നത്തെ ദിവസം അവധിയായതുകൊണ്ട് അവർ ഈ ഗ്രോട്ടോയൊക്കെ ഒന്ന് കാണാൻ പോകുന്നതാണ്. അപ്പോൾ അവരും വലിയ ആഘോഷത്തിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ടോയ് ട്രെയിൻ ഒരു കറക്കം കഴിഞ്ഞ് താഴെ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് ഇവിടേക്ക് വന്നു. ഞാനും ഈ ഒരു സൈഡ് സീറ്റ് പിടിച്ച് കയറിയിരുന്നു. എൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ കുറേ പെൺകുട്ടികളാണ്, സ്റ്റുഡൻസാണ്. കലകലാന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ. എന്നെയും ഈ സിഖുകാരെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. താഴത്തെ ഗ്രോട്ടോയിൽ ചെല്ലുന്നു, ടിക്കറ്റ് ഇത് തന്നെ മതി, ഇതേ ടിക്കറ്റ് എല്ലായിടത്തും മതി. ഈ ടോയ് ട്രെയിനിൽ കയറാനും കേബിൾ കാറിൽ കയറാനും മുകളിലത്തെ ഗ്രോട്ടോയിലും താഴത്തെ ഗ്രോട്ടോയിലും ഒക്കെ ഒരേ ടിക്കറ്റാണ്. താഴേക്ക് കയറി ചെല്ലുന്നു. താഴത്തെ ഗുഹയിലേക്ക് ചെല്ലുമ്പോൾ അതാണ് നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു വലിയ തടാകമാണ്. ഗുഹയ്ക്കകത്ത്, മലയുടെ ഉള്ളിലെ ഗുഹയ്ക്കകത്ത് നിലം വലിയൊരു തടാകം, തെളിഞ്ഞ വെള്ളം. ഈ തടാകത്തിനെ വെള്ളത്തിന് അടിയിൽ നിന്ന് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. ഈ തടാകത്തിനകത്തോട് നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം. ഇലക്ട്രിക് ബോട്ടുകളാണ്. ഈ ബോട്ടിൽ സഞ്ചരിച്ച് നമുക്ക് ഉള്ളിലേക്ക് പോകാം. ചിലയിടത്ത് എത്തുമ്പോൾ ഉണ്ടല്ലോ അതിവിശാലമായ ഹോളുകൾ പോലത്തെ സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത്. അതൊക്കെ മനോഹരമായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. ഒരു വല്ലാത്ത അനുഭവമാണ്, വല്ലാത്ത അനുഭൂതിയാണ്. ഞാൻ ആ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അടുത്ത ടോയ് ട്രെയിൻ വന്നപ്പോൾ അതിൽ കയറി കേബിൾ കാർ സ്റ്റേഷനിലെത്തുന്നു. കേബിൾ കാറിൽ കയറി തിരിച്ച് പാർക്കിംഗ് ഏരിയയിൽ വരുന്നു. അപ്പോൾ അവിടെ സഭ കാത്തിരിക്കുന്നുണ്ട്. സഭ ചോദിച്ചു, എന്തെങ്കിലും കഴിക്കണം? അപ്പോഴത്തേക്ക് ഉച്ചയാകാറായി. ഞാൻ പറഞ്ഞു, പോകട്ടെ, നമുക്ക് കുറച്ചുകൂടെ പോകാം, അടുത്ത കാഴ്ചകളിലേക്ക് പോകാം, വേണം ഒരു ചായ കുടിക്കാം. ഞാൻ പറഞ്ഞു, അതും നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഗ്രാമത്തിൽ നിന്ന് കഴിക്കാം. അങ്ങനെ സഭയുടെ കാറിൽ ഞാൻ ചെന്ന് കയറി. ഞാനും സഭയും യാത്ര തുടർന്നു. സഭ ലെബനോൻ്റെ അടുത്ത കഥ പറയുന്നതും കാത്ത് ഞാനിരുന്നു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ,
സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.